Hi guys, this is Prashant K. Raman. നിങ്ങൾക്കറിയാം ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,465 അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. BSE ക്ലോസ് ചെയ്ത് 76,992 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ചെയ്ത പ്രധാനപ്പെട്ട സ്റ്റോക്കുകളൊക്കെ ഇന്നലെ കഴിഞ്ഞ വർക്കിംഗ് ഡേയിൽ ചെയ്തത് HDFC ബാങ്കും റിലയൻസാണ് നിഫ്റ്റീനെ ഹൈയിൽ കീപ്പ് ചെയ്തത്. മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിൽ സ്റ്റോക്കിൽ കുറഞ്ഞ വളരെ മോശം പെർഫോമൻസ് ചെയ്ത സ്റ്റോക്കുകളൊക്കെ IT സ്റ്റോക്സുകളാണ്, കാര്യമായി ചെയ്ത IT സ്റ്റോക്സ്. അതിൽ പ്രധാനപ്പെട്ട് പറയാനുള്ള ടെക് മഹീന്ദ്ര, TCS, വിപ്രോ, HCL ഇതൊക്കെ വളരെ മോശം പെർഫോമൻസ്, ഇൻഫോസിസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ കാണുന്നത് ഈ മെയിൻലി ഷുഗർ സെക്ടറിലാണ് കൂടുതലായിട്ട്. ഇനി അടുത്ത 22-ാം തീയതി ബഡ്ജറ്റ് വരുമ്പോൾ ഈ ഷുഗർ സെക്ടർ, ഇൻഷുറൻസ്, ഹൗസിംഗ് ലോൺ കമ്പനീസ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ഇതിനൊക്കെ സ്റ്റോക്ക് കൂടുതൽ ബൈയിങ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അപ്പോൾ ജനറലി മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായി ട്രേഡ് ചെയ്യാനാണ് സാധ്യത. 22-ാം തീയതി വരെ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരിക്കും. ഇനി മാർക്കറ്റ് 24,000 ടച്ച് ചെയ്യുമോ ഈ മന്ത് എൻഡ് ഹൂനോസ്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ കുറേ മാസങ്ങൾ നോക്കുക വെച്ചാൽ നിങ്ങൾ ഇപ്പം മാർക്കറ്റിൽ നോക്കുക വെച്ചാൽ ഈ ടെക് സ്റ്റോക്സ് ഒന്നും പെർഫോം ചെയ്യുന്നില്ല. മെയിൻലി ഇനി ടെക് സ്റ്റോക്ക് ലൈക്ക് ഇൻഫോസിസ് ആണ്. ഒരു സ്റ്റോക്ക് ഞാൻ എക്സാമ്പിളാണ്, ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി പറയുകയാണ്. നമ്മൾ ഈ ഒരു വിപ്രോ എന്ന് പറഞ്ഞ സ്റ്റോക്സ് നിങ്ങൾ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നേ ഇല്ല. ഓൾവേസ് ഇൻ റേഞ്ച് ഓഫ് 430-500 റേഞ്ചിൽ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നല്ലാണ്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് ചെയ്യാത്തൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റുള്ള IT സ്റ്റോക്സ് ഇൻഫോസിസ് എടുക്കാമെങ്കിലും ടെക് മഹീന്ദ്ര ടെക് മഹീന്ദ്ര ഒന്നും ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ അതിൻ്റെ പെർഫോമൻസ് നോക്കുക വെച്ചാൽ എഗെയിൻസ്റ്റ് നിഫ്റ്റി നോക്കുക വെച്ചാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 50% ഡൗൺ ആണെന്ന് പറയുന്നത്. സിമിലർലി ഇൻഫോസിസ് ഓൾസോ. ഈ പണ്ട് ഞാൻ ആരോ ഈ വാറൻ ബഫറ്റിനോട് ഈ നിങ്ങൾ എന്തുകൊണ്ട് ടെക്നോളജി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് എന്തോ അതിനങ്ങനെ വായിച്ചു കേട്ടു. പക്ഷേ അത് ഞാൻ വായിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയെന്ന് വെച്ചാൽ വാറൻ ബഫറ്റിന് ഈ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദി കമ്പനീസ്, ഈ ടെക്നോളജി സ്റ്റോക്സിനെ കുറിച്ച് കമ്പനികളെ കുറിച്ച് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് എഴുതിയുണ്ട്. പക്ഷേ ആക്ച്വലി അതായിരുന്നില്ല എന്നാണ്. പിന്നെ വന്നു വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ പിന്നെ ഈ കമ്പനീനെ കുറിച്ച് വാറൻ ബഫറ്റിന് അറിയാണ്ടോ അതേക്കുറിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാൻ അറിയാനായിട്ടല്ല അയക്കും. കാരണം വെച്ചാൽ അയാൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ഓൾവേസ് ട്രബിളിങ് ഹിം വാസ് ഡിഫിക്കൽട്ട് ടു പ്രിഡിക്റ്റിംഗ് ദർ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. കാരണം ഇപ്പം ഈ ടെക്നോളജി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക വെച്ചാൽ ഹൈലി റിസ്ക്കിയാണ്. കാരണം ഒരു കാര്യം എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ഈ ചാറ്റ് GPT പോലെയും പുതിയ ഈ AI ജനറേറ്റഡ് കമ്പനീസ് ഈ ടെക്നോളജിക്കൽ ഈ പുതിയ കമ്പനീസ് വരുമ്പോൾ പഴയ ടെക്നോളജി വെച്ച് സർവൈവ് ചെയ്യാന്ന് വെച്ചാൽ വളരെ വളരെ വിഷമമുള്ള കാര്യമാണ്. സോ അങ്ങനെയുള്ള ചില കമ്പനി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ഇന്ത്യൻ കമ്പനീസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കമ്പനീസ് ഒന്നും ലാസ്റ്റ് 10 ഇയേഴ്സായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ പോവല്ലാണ്ട് അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. സോ അതാണ് അതിൻ്റെ ഈ ടെക്നോളജി സ്റ്റോക്കിൽ ഞാൻ കാണുന്നത്. ടെക്നോളജി സ്റ്റോക്സ് മാത്രമല്ല, എല്ലാ നിഫ്റ്റി സ്റ്റോക്കും നിഫ്റ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെർഫോമൻസ് നോക്കുക വെച്ചാൽ it is not a good performance. For example, I am saying again, യൂണിലിവറിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ കഴിഞ്ഞ 5 കൊല്ലം റേഞ്ച് ബൗണ്ടിലാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഒരു പൈസ അതിനകത്ത് കിട്ടിയിട്ടില്ല. ടെക് മഹീന്ദ്ര ഓൾമോസ്റ്റ് 50% മണി ഇതേ ലോസ്റ്റ്. സോ ഇതൊക്കെയാണ് പിന്നെ ഈ മാർക്കറ്റിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ടെക്നോളജി സ്റ്റോക്സിൻ്റെ ഒരു ഗ്രോത്ത് എനിക്കായി ഡൗട്ട്. പിന്നെ എന്ന് വെച്ചാൽ പല ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്ന വെച്ചാൽ എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് മച്ച് ലോട്ട് ഓഫ് ടൈം ഓർ ഡു എ ലോട്ട് ഓഫ് വർക്ക് ബിക്കോസ് ഐ എം ജസ്റ്റ് എൻ ആവറേജ് ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ പൈസ കൊടുത്താൽ ഹി വിൽ മാനേജ് മൈ മണി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്.
പിന്നെ നിങ്ങൾ ടി വി ചാനൽ നോക്കി CNBC പോലത്തെ ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചാനൽ നോക്കിയിട്ട് സം ചാർട്ട് ഗൈസ് ചാർട്ട് ഗുരുസ് സേ ദാറ്റ് ദിസ് ഈസ് എ ബെസ്റ്റ് സ്റ്റോക്ക് യു ബൈ ദിസ് ഇസ് എ ബെസ്റ്റ് ബാർഗെയിൻ പ്രൈസ് ഡോണ്ട് സെൽ ദ സ്റ്റോക്ക് ഹോൾഡ് ദ സ്റ്റോക്സ് ഫോർ എവർ മൈ ഹോൾഡിംഗ് പീരീഡ് ഈസ് ഫോർ എവർ എന്നുള്ള ബഫറ്റിൻ്റെ കൊട്ടേഷനൊക്കെ അവർ പറയും. പക്ഷേ അവർക്ക് പലപ്പോഴും ഈ സ്റ്റോക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 60% ഓഫ് മണി അതിൻ്റെ അകത്ത് നിന്ന് പോയതായിട്ട് കാണും. ആ സ്റ്റോക്ക് നെവർ നിഫ്റ്റി സ്റ്റോക്കിനെ കുറിച്ച് ഞാനിത് ഒരു സ്റ്റഡി നടത്തിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കുക വെച്ചാൽ നിഫ്റ്റീൻ്റെ പെർഫോമൻസിനനുസരിച്ച് ഒരു നിഫ്റ്റി സ്റ്റോക്കും വലിയ റിട്ടേൺസൊന്നും കൊടുത്തിട്ടില്ല. അത് ഇതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ എന്തിന് സ്റ്റോക്ക് മാർക്കറ്റ് വരുന്നു, പിന്നെ എന്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പൈസ? നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ 50% പൈസ നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതേ പൈസ ബാങ്കിലിട്ടാൽ യു ഗെറ്റ് 6 to 7% ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് തരുമ്പോൾ വൈ യു വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതിന് ഞാൻ പറയാറുള്ളത് പലപ്പോഴും ആൾക്കാർ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണെന്ന് ചോദിച്ചു, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ് ഒരു സിവിൽ എഞ്ചിനീയറാണെന്ന് വെച്ചോ, യു ആർ ഗോയിങ് ടു കൺസ്ട്രക്ട് എ ബ്രിഡ്ജ് ടുമോറോ. നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കഴിഞ്ഞ ഉടനെ തന്നെ നാളെ പോയിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഐ ഡോണ്ട് തിങ്ക്. ഇഫ് ഓൾ യു മേക്ക് എ ബ്രിഡ്ജ് ഇറ്റ് ഈസ് ഗോയിങ് ടു കൊലാപ്സ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് അറിയാതെ നിങ്ങൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഡെത്ത് ഓഫ് യുവർ അക്കൗണ്ട്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഡസ് ഇറ്റ് ടേക്സ് ടു ട്രേഡ് സക്സസ്ഫുള്ളി? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ഇങ്ങനെയുള്ള മാർക്കറ്റിൽ? ഇവർ പറയുന്നത് വെച്ചാൽ ആസ് ലോങ് ആസ് മോദി ഈസ് ദിസ് ബുൾ മാർക്കറ്റ് വിൽ കണ്ടിന്യൂ. Bull market is going to last for a long time in India. ഇങ്ങനെയുള്ള പല ന്യൂസും മാർക്കറ്റിൽ ഡെയിലി നമ്മൾ കേൾക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ന്യൂസ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ബയസ്ഡ് ന്യൂസാണ്. നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന കൺട്രി ഇറ്റ് സെൽഫ് ഈസ് എ ബാങ്ക്രപ്റ്റ് നൗ. കാരണം വെച്ചാൽ അവർക്ക് അത്രയും അവർ ഇന്നാളത്തെ ഇതൊരു വാച്ച് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 700 ബില്യൺ അവർക്ക് ബെയിൽ ഔട്ട് ചെയ്യാൻ തന്നെ, ഡെപ്റ്റ് ബെയിൽ ഔട്ട് ചെയ്യാൻ തന്നെ. That's only just in the drop in the bucket എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് വേൾഡ് സിനാരി ഉള്ളത്. സോ എനിക്ക് വേറൊന്ന് പറയാനല്ലോ, മാർക്കറ്റ്സ് ആർ നെവർ റോങ്. പലപ്പോഴും നമ്മുടെ ഒപ്പീനിയൻസാണ് റോങ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ടിപ്പ് ഉപയോഗിച്ചിട്ട് പലരും തരുന്ന ടിപ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ TV ചാനൽ കണ്ടിട്ടോ ഒരു സ്റ്റോക്ക് വാങ്ങാതിരിക്കുക. ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ തന്നിട്ട് ആരെങ്കിലും സ്റ്റോക്ക് വാങ്ങിക്കുന്നത് വാങ്ങാതിരിക്കുക. നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തി നിങ്ങൾ തോന്നുന്നു ആ സ്റ്റോക്ക് എനിക്ക് വർത്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കുക. സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന എൻ്റെ വീഡിയോയിലൊക്കെ സംസാരിക്കുന്നതായിരിക്കും. ചില സ്റ്റോക്സും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്സ് ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരും. പക്ഷേ അതൊന്നും ഒരു ബൈ റെക്കമെൻഡേഷനോ സെൽ റെക്കമെൻഡേഷനോ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കാണാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത നല്ല സ്റ്റോക്സ് ദിസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കനറ ബാങ്ക്, IDFC ബാങ്ക്. ഈ ബാങ്ക്സൊക്കെ വളരെ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലായി കാണുന്നു ഞാൻ. സപ്പോസ് നിങ്ങളുടെ ബൈങ് ലെവലൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ആയിട്ട് സംസാരിക്കുക, ഏത് ലെവലിൽ ബൈ ചെയ്യണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. പിന്നെ ഷുഗർ സ്റ്റോക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഷുഗർ സ്റ്റോക്സ് മേ ഡു വെൽ ദിസ് കമ്മിങ് മൺസൂൺ സീസണാണ്. സോ ഇന്നിപ്പം മാർക്കറ്റില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെയും ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ മാർക്കറ്റുള്ള ദിവസം കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. കൂടുതൽ മാർക്കറ്റ് ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും.